തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ അറസ്റ്റിലായ ബി.ജെ.പി കൌൺസിലർ സുഗതനെ സംരക്ഷിക്കുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സുഗതനെ അറസ്റ്റ് ചെയ്തതിനെതിരെ മുൻ ഡി.ജി.പിയും ബി.ജെ.പി കൌൺസിലറുമായ ആർ ശ്രീലേഖയും രംഗത്ത് വന്നു. പോലീസിന്റേത് പട്ടി ഷോ എന്നാണ് ശ്രീലേഖയുടെ അധിക്ഷേപം. അതേസമയം സുഗതന്റെ അവധി സംബന്ധിച്ച അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് മേയർ വി രാജേഷ് പ്രതികരിച്ചു. വാഴോട്ടുകോണം കൌൺസിലർ സുഗതനെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുന്നില്ല എന്ന വിമർശനങ്ങൾക്കിടെയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സുഗതന് പിന്തുണയുമായി രംഗത്ത് വന്നത്. 100% സുഗതന് പിന്തുണയുണ്ടാകും. ബി.ജെ.പി ഏറ്റവും വലിയ പാർട്ടിയാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കും. സുഗതനെ എല്ലാ തരത്തിലും സംരക്ഷിക്കുമെന്നായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം. ഞങ്ങള് സുഗതനെ പിന്തുണയ്ക്കുന്നു, അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവാണ്. സുഗതനെ സംരക്ഷിക്കാൻ ഈ പാർട്ടി, ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് നിയമപരമായി ചെയ്യും. സുഗതന് പിന്തുണയുമായി മുൻ ഡി.ജി.പി കൂടിയായ ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖയും രംഗത്ത് വന്നു. സുഗതനെ ഗുണ്ടയെന്നല്ല വിളിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷവും CPM ദുർഭരണത്തിൽ കേരളത്തിൽ ആകെ സംസ്ഥാനം മുഴുവൻ ഗുണ്ടാ സ്പോൺസേഡ് ആയിരുന്നു. സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ടാ വിളയാട്ടമായിരുന്നു നടന്നത്. അതിനെ ധൈര്യപൂർവ്വം ചെറുത്തു നിന്ന യുവാവാണ് സുഗതൻ. വട്ടിയൂർക്കാവിലുണ്ടായിരുന്ന സകലമാന അനധികൃത പ്രവൃത്തികളെയും ചോദ്യം ചെയ്ത് നാട്ടുകാർക്ക് വേണ്ടി പൊരുതിയ നേതാവാണ് സുഗതന് ഗുഡ് സർട്ടിഫിക്കറ്റുമായി ശ്രീലേഖ തന്നെ രംഗത്തെത്തി. മാത്രമല്ല പോലീസിന്റെ അവിടെ നടപടിയെയും ശ്രീലേഖ വിമർശിക്കുന്നു. പട്ടി ഷോ എന്നാണ് പോലീസ് നടപടിയെ മുൻ DGP കൂടിയായ ശ്രീലേഖ വിമർശിച്ചത്. ഏതായാലും സുഗതൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് തന്നെ സുഗതനെ വിയ്യൂർ സെൻട്രലിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുഗതൻ അടുത്ത് ചേരുന്ന നഗരസഭാ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തില്ല എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യത നടപടികളടക്കം നേരിടേണ്ടി വരും. എന്നാൽ സുഗതൻ എത്ര യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ കണക്കില്ലെന്നും അത് പരിശോധിക്കണമെന്നുമാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയത്. ഇതിപ്പം 101 കൌൺസിലർമാർ എന്ന് അവധി പറഞ്ഞു, എന്ന് പങ്കെടുത്തു, എനിക്ക് എല്ലാ ദിവസവും തുടങ്ങിയിട്ട് 5 മാസം ഓർമ്മിക്കാൻ പറ്റൂ. 101 കൌൺസിലർമാരിൽ ആർക്ക് അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാലും മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എന്റെ ബോധ്യം. സുഗതനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് CPM ഇതിനകം രൂപം നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും CPM-ന്റെ സമരങ്ങൾ ഉണ്ടാകും. കോൺഗ്രസും ഈ ആവശ്യം ഉന്നയിച്ച് സമരരംഗത്തിറങ്ങാനും കൌൺസിൽ യോഗത്തിൽ അത്തരം ആവശ്യങ്ങൾ ഉയർത്താനുമാണ് തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.